നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG ലിവർപൂളിനോട് ജയിച്ചത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ്. അതുവരെ കളിയിൽ ഹീറോയിക് പെർഫോമൻസ് നടത്തിയ ആലിസണ് ഒരൊറ്റ ഷോട്ടും ഷൂട്ട് ഔട്ടിൽ തടയാൻ പറ്റിയില്ല. പക്ഷേ ജിയാൻലുഗി ഡൊണാരുമ ഇരട്ട സേവുകളാണ് നടത്തിയത്. ഡൊണാരുമ ചരിത്ര പ്രകടനമാണ് നടത്തിയത്. കഴിഞ്ഞൊരു 10-20 കൊല്ലത്തിലധികമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു മത്സരത്തിൽ 2 പെനാൽറ്റി സേവുകൾ, ഷൂട്ടൗട്ടിൽ 2 പെനാൽറ്റി സേവുകൾ നടത്തുന്ന ആദ്യ താരമാണ് അദ്ദേഹം. 2003 ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഇരട്ട സേവുകൾ ഒരു ഇറ്റാലിയൻ ഗോൾ കീപ്പർ നടത്തിയിരിക്കുന്നത് UCL. അത് ജിയാൻലുഗി ബഫണാണ്. 2003 അദ്ദേഹം ഈ രൂപത്തിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു ഇറ്റാലിയൻ ഗോൾ കീപ്പർ ഇങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ നോക്കൗട്ട് സ്റ്റേജ് മത്സരത്തിൽ മൾട്ടിപ്പിൾ സേവുകൾ ഷൂട്ടൗട്ടിൽ നടത്തുന്നത്. മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മൾട്ടിപ്പിൾ സേവുകൾ ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് UCL അല്ല എന്ന് മാത്രം. യൂറോ 2020 ഫൈനലിൽ അദ്ദേഹം ഇതിനു മുമ്പ് ഇതുപോലെ ഇരട്ട സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഡൊണാരുമയുടെ പ്രകടനത്തിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അദ്ദേഹം ഈ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സേവുകൾ നടത്തിയത് മാത്രമല്ല, only one goalkeeper has recorded more than 6 punches in a single UCL match since 2003-2004. ജിയാൻലുഗി ഡൊണാരുമ അറ്റ് ആൻഫീൽഡ്. ഒരേ ഒരു ഗോൾ കീപ്പറാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 10-20 വർഷക്കാലമായിട്ട് 6 പഞ്ചുകൾ ഒരു സിംഗിൾ UCL മത്സരത്തിൽ നടത്തുന്നത്. അത് ആൻഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം. ഏതായാലും മികച്ച പ്രകടനം തന്നെ ജിയാൻലുഗി ഡൊണാരുമ നടത്തി. കൈയടിക്കണം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന്. അദ്ദേഹത്തിൻ്റെ മികവിൽ കൂടി തന്നെയാണ് PSG വിജയിച്ച് കയറിയിരിക്കുന്നത്. എന്നാൽ അലിസൺ ബക്കർ മികച്ച പ്രകടനമാണ് ആദ്യ പാദം നടത്തി. രണ്ടാം പാദവും അദ്ദേഹം മോശമാക്കിയിട്ടില്ല. മികച്ച സേവുകൾ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷൂട്ടൗട്ടിൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക. 16 സേവുകളാണ് റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ അദ്ദേഹം 2 കളികളായിട്ട് നടത്തിയിട്ടുള്ള 16 സേവുകൾ. 9 സേവുകൾ ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളായിരുന്നു. 3.23 ഗോൾസ് അദ്ദേഹം പെർ ഗെയിം പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ കിടിലൻ പ്രകടനം തന്നെയാണ്. ലിവർപൂൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അഭിമാനിക്കാം അദ്ദേഹത്തിന് കിടിലൻ പ്രകടനം നടത്തി എന്നതുകൊണ്ട്. ചിലപ്പോൾ ഫുട്ബോൾ ഇങ്ങനെയാണ്. അത് ആലിസൺ കളിക്ക് ശേഷം പറയുന്നുണ്ട്. ചിലപ്പോൾ ഫുട്ബോൾ ഇങ്ങനെയാണ്, നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് പറ്റും. അടുത്ത കളിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, മറ്റൊന്നും ചെയ്യാനില്ല എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.